ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വേഫാർ എന്ന് പറയുന്ന ഫുഡ് ക്രീമിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വേഫാർ എന്ന് പറയുന്ന ഫുഡ് ക്രീം. ഈ ഒരു ഫുഡ് ക്രീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബൗളിലാണ് ഇത് വന്നിരിക്കുന്നത്. 50 ഗ്രാമാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഷിയ ബട്ടർ, അതുപോലെ വൈറ്റമിൻ ഇ, ആർഗൻ ഓയിൽ, അതുപോലെ ലാവൻഡർ, പിന്നെ അതുപോലെ നമ്മുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ അതുപോലെ ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ നമ്മുടെ അലോവേര, എല്ലാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു നല്ലൊരു ഫുഡ് ക്രീമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഫുഡ് ക്രീം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 299 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ മീഷോയിൽ ഒരുപാട് ഓഫർ വരും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് അത്രയും കാശ് നമുക്ക് ആവത്തില്ല. പിന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ശരിക്കും പറഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റാണ് ഇതിൻ്റെ ഈ ഒരു ക്രീം. നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് വരുന്നത്. പ്യുവർ വൈറ്റ് ആണ്. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയാനായിട്ട് സാൻഡലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 നേരം നമുക്ക് യൂസ് ചെയ്യാം. രാവിലെയും രാത്രിയും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മുടെ കാല് ഒരുപാട് കട്ടി കൂടുമ്പോഴേക്കും നമ്മുടെ കാലിന് ഒരുപാട് ഇങ്ങനെ ഹീൽസൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കാലിന് വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിലും കൂടുതൽ അമിതവണ്ണമുള്ളവർക്കും അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ കാല് കൂടുതൽ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ കാലിന് വളരെയധികം വിള്ളൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ കാല് ശ്രദ്ധിക്കാൻ വിട്ടുപോകും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാലിന് ഇങ്ങനെ ഉള്ളനടിയിലൊക്കെ ഒരുപാട് ക്രാക്ക് വരും. അപ്പോൾ അത് വേദന വരും, പിന്നെ അത് ബ്ലഡ് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പോൾ നമ്മളെപ്പോഴും കാൽപാദങ്ങൾ വളരെ ഭംഗിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇത് രാത്രി നമുക്ക് നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് കാലൊന്ന് ഇളം ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകുക. എന്നിട്ട് കാലൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് കാലിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാലിൽ ഒരു സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ കാലൊക്കെ നല്ല ക്യൂട്ടായിട്ടിരിക്കും. നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാം. അപ്പോൾ നല്ലൊരു വ്യത്യാസം നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതിൽ പറഞ്ഞ പോലെ 3 ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ കാലിന് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാലിലൊക്കെ ഒരുപാട് പൊല്യൂഷനൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ള ഒത്തിരി പേരുണ്ട്. കൂടുതലും വെയിൽ കൊള്ളുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാലിലൊക്കെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്ത് പോവാം. പിന്നെ നൈറ്റും നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ കാലുകൾക്ക് ഉണ്ടാവും. സാധാരണ എല്ലാ സ്കിൻകാർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു നല്ലൊരു ക്രീമാണ് വേഫാറിൻ്റെ ഈ ഒരു ഫുഡ് ക്രീം. പിന്നെ കൂടുതൽ ഡ്രൈ സ്കിന്നുകാർക്ക് പിന്നെ പറയേണ്ടതില്ല. എല്ലാ സമയത്തും അവരുടെ കാലൊക്കെ വളരെയധികം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ക്രീം. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പറയാനാണെങ്കിൽ നമ്മളെപ്പോഴും കാല് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ പരമാവധി നമുക്ക് ഇങ്ങനെ വിള്ളലൊക്കെ നമുക്ക് മാറും. ഒരു പരിധി വരെ നമുക്ക് കൂടുതൽ ഹീൽസുള്ള ചെരുപ്പൊക്കെ നമ്മൾ ഇടാതിരിക്കുക. പിന്നെ നമ്മളുടെ കാലൊക്കെ വളരെയധികം കഴുകി കൂടുതലും ഇങ്ങനെ ഡ്രൈ ആവാതെ നമ്മൾ നോക്കുക. നല്ലൊരു മോയ്സ്ചറൈസർ ഇതുപോലെയുള്ള ക്രീമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മുടെ കാലൊക്കെ നല്ല രീതിയിലായിട്ടിരിക്കും. സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടൊക്കെ കാലുകൾക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്രീമിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.
There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.